ഓക്കെ, ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സൂക്ഷ്മമായി ഇത് ഞാൻ പറയുന്ന കണക്ട് ചെയ്തോളണേ. ആ എനർജി എക്കോ ഉണ്ടല്ലേ? ഇപ്പൊ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എക്കോ ഉണ്ടോ? ആ ശരി ശരി ശരി. ഞാൻ നല്ല ഈ എല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്, അതുകൊണ്ടുള്ളൊരു കുഴപ്പമില്ല. അത് അങ്ങനെ ക്ലിയർ ആയാൽ പെർഫെക്ഷൻ ആവൂല അല്ല എന്ന് പറഞ്ഞ് കാലം കുറേ പോയി. ഒറ്റയ്ക്ക് ചെയ്ത് പെർഫെക്ഷൻ ആയ ചെയ്യേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ആ കാന്തികത, ഈ ഊർജമുള്ള സ്ഥലത്ത് കാന്തികത ഉണ്ട്. ഇപ്പൊ ഊർജത്താൽ രൂപപ്പെടുത്തിയ എല്ലാ സ്ഥലത്തും കാന്തികത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആകർഷണ തത്വം എന്ന് പറയുന്നൊരു തത്വം നടക്കും. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലൊക്കെ നടക്കുന്നത് മാനിഫെസ്റ്റേഷനും ഈ നമ്മളെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. നമ്മൾ എന്തായാലും നമ്മൾ മാനിഫെസ്റ്റേഷനൊന്നും അതായത് മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഈ കോഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ വർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധനം ചെയ്യുന്നുള്ളൂ. അല്ല വേറെ ഒരു കാര്യം ഇങ്ങോട്ടുമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതായത് ഇന്ന് ഞാൻ ഇപ്പോൾ ഏകദേശം 30 പേരെ കോഴ്സിലുണ്ടെങ്കിൽ നാളെ അടുത്ത ബാച്ചിൽ ഞാനൊരു 40 50 പേരെ ആക്കാൻ വേണ്ടിയുള്ള അതിന് ശ്രമിക്കുകയാണ്. വരെ പോവുക എന്നുള്ളതല്ല, അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതിന് മനസ്സ് പതറാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്കവിടെ സാധനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ സ്കില്ലിന് നമുക്കൊരു അഭിമാനം ഉണ്ടാവും, നമുക്കൊരു ബൂസ്റ്റ് ഉണ്ടാവും. നമ്മൾ ലോട്ടറി അടിച്ച് കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മുടെ വഴിയിൽ നമ്മളുടെ ഒരു സ്കില്ല് ഉപയോഗിച്ച് നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന രണ്ട് റിസൾട്ടാണ് പുറത്തുനിന്ന് കിട്ടുന്ന അംഗീകാരവും വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിത് നമ്മളിവിടെ കുറച്ചുകൂടെ എല്ലാത്തിൻ്റെയും കുറച്ച് സയൻറ്റിഫിക് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനൊരു ആശയമുണ്ട്. ആ പ്രപഞ്ചത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് എന്താണ്? ഊർജ കണങ്ങൾ കൂടിച്ചേർന്നാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യന് ചെന്നെത്താൻ അല്ലെങ്കിൽ മനുഷ്യന്റെ നോളജ് ചെന്നെത്താനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ അറിയത്തില്ല. ഇപ്പൊ പ്രപഞ്ചം എന്താണ് വളരെ വലിയ നക്ഷത്ര കൂട്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഗാലക്സികളുടെ ആശയം നോക്കിക്കൊള്ളാം. മനസ്സിലായി? പ്രപഞ്ചത്തിന്റെ ആശയം നോക്കിക്കൊള്ളാം. ഇതാണ് ഞാനിത് പറയുന്നത്. നമ്മളെ പ്രവൃത്തിയിലും ആ സാധനങ്ങൾ, നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ റൂട്ടൊക്കെ മനസ്സിലാക്കുന്നതിനാണ്. അതായത് നക്ഷത്ര കൂട്ടങ്ങൾ ചേർന്നാണ് ഗാലക്സി എന്നറിയാം. അപ്പൊ പ്രപഞ്ചത്തിനകത്ത് നിരവധി ഗാലക്സികൾ. ആ നിരവധി ഗാലക്സികൾക്കകത്ത് എന്താ? നിരവധി നക്ഷത്രങ്ങൾ. ആ നിരവധി നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രങ്ങളുടെ ചുറ്റിലും നിരവധി ഗ്രഹങ്ങൾ. അത് നമ്മളുടെ സണ്ണ് എടുക്കുമ്പോൾ, സൂര്യൻ എടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റിലും എന്തുണ്ട്? 8 ഗ്രഹങ്ങൾ. ആ 8 ഗ്രഹങ്ങളിൽ ഒന്ന് ഭൂമി. ഭൂമി എന്ന് പറഞ്ഞാൽ 7 വൻകരകൾ, അല്ലെങ്കിൽ 70% ജലവും ബാക്കി 30%, ഏകദേശം 30% കരയും. ഇത് ഒരാശയമാണ്. മനസ്സിലായി? ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനെ വേറെ രീതിയിൽ നമുക്കിതിനെ പറയാം, നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഒരു ചങ്ങല പോലെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കാര്യങ്ങളെ ചിന്തിക്കുന്നതിനൊരു, അതായത് നമ്മൾ കണക്ട് ചെയ്ത് ഇട്ടേക്കാത്തത് കൊണ്ടാണ് നമ്മളെ ചിന്ത ഒരിക്കലും ഏതൊരു കാര്യം ചിന്തിച്ചാലും അതിൽ നിന്ന് സ്ലിപ്പായി പോകുന്നു. അപ്പൊ വൻകരകളുടെ കൂട്ടം ഭൂമി അല്ലെങ്കിൽ ഗ്രഹം, ഭൂമി എന്ന ഗ്രഹം, ഗ്രഹങ്ങളുടെ കൂട്ടം ചേരുന്നത് സൂര്യൻ അല്ലെങ്കിൽ നക്ഷത്രം, നക്ഷത്രങ്ങളുടെ കൂട്ടം ഗാലക്സി, ഗാലക്സികളുടെ കൂട്ടം പ്രപഞ്ചം. ആ ആശയം മനസ്സിലായോ? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവന്ത് നമുക്കറിയാവുന്ന കാര്യമൊക്കെ വിളിച്ച് പറയുമോ? ഓക്കെ. അതായത് നമ്മൾ വൻകരകൾ, അതായത് വൻകര ഓക്കെ, വൻകര വരെ തൊട്ട് തുടങ്ങാം. ബാക്കി മനുഷ്യന്റെ ആശയമാണ് കേട്ടാ ഇങ്ങോട്ടുള്ള. അവിടെ നിന്ന് ഇപ്പോൾ ഭൂമി നമ്മൾ നിൽക്കുമ്പോൾ ഭൂമിയിൽ 7 വൻകരകൾ. ഇപ്പോൾ വൻകരകളുടെ കൂട്ടം ഭൂമി,
അല്ലെങ്കിൽ ഒരു ഗ്രഹം. ഗ്രഹങ്ങളുടെ കൂട്ടം, 8 ഗ്രഹങ്ങളുടെ കൂട്ടം കൂടി ചേരുന്നത് എവിടെ? സൂര്യനില്ല. സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. ഈ സണ്ണടക്കമുള്ള നക്ഷത്രങ്ങൾ നിൽക്കുന്നത് ഗാലക്സി, സ്പൈറൽ ഗാലക്സി എന്ന് പറയുന്ന ഗാലക്സിയിലാണ്. മിൽക്കി വേ സ്പൈറൽ ഗാലക്സി സ്പൈറൽ ആകൃതിയിലാണുള്ളത്. അപ്പൊ ഗാലക്സികളുടെ കൂട്ടം പ്രപഞ്ചം. ഇതൊരു ആശയമാണ്. ഇങ്ങനെ ആശയവൽക്കരിക്കാൻ പറ്റണം. നമ്മുടെ ചിന്തകളെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ആശയവൽക്കരണം നടത്താൻ നമുക്ക് പറ്റണം. ആശയപരമായി രൂപീകൃതമാക്കണം. അത് ഓരോ തലച്ചോറും വ്യത്യസ്തമാണ്, ഓരോ രീതിയിലാണ്. അങ്ങനെ പ്ലാൻ ചെയ്യണം. ഓക്കെ, കണക്റ്റ് ആയോ? എൻ്റെ ഹലോ, പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞു, ഇവിടെ അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഇടയ്ക്ക് ഞാൻ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്കൊരു തൃപ്തിക്ക് വേണ്ടിയാണ് കേട്ടോ ചിലപ്പോൾ. ഓക്കെ, ആ തോട്ട് പ്രോസസ് നമ്മൾ പറക്കരുത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് അതായത് ഭൂമിയിലെ ജീവജാലങ്ങൾ രൂപപ്പെട്ട ഒരാശയം. ഇങ്ങനെ ആശയമായിട്ടൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്കിതിനെ പിന്നീട് നമുക്ക് ചിന്തിക്കുമ്പോൾ കണക്ട് ചെയ്ത് ചിന്തിക്കാം. ഇത് അമാനുഷികതയൊന്നും വേണ്ട. നമുക്കിവിടെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി, നമ്മളെ ലൈഫിൽ നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി അമാനുഷികതയൊന്നും വേണ്ട. 3 കാലഘട്ടങ്ങളിലായിട്ടാണ് തലച്ചോറ് രൂപപ്പെടുന്നത്. 3 കാലഘട്ടങ്ങളിലായിട്ട് തലച്ചോറ് രൂപപ്പെടുന്നതിൽ ആദ്യം രൂപപ്പെടുന്നത് തലച്ചോറ് എന്ന് പറയുന്നത്, പേര് വിട്ടുപോയേ, ഞാൻ 3 ടൈപ്പ് പറഞ്ഞ ഞാൻ പേര് നോട്ടിട്ടേക്കാം. നോട്ട് എടുത്തില്ല, നോക്കാം കേട്ടോ. അതായത് തലച്ചോറ്, മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത് ആദ്യ ജീവികൾക്ക് തലച്ചോറുണ്ടാവുന്ന ആദ്യത്തെ തലച്ചോറുണ്ടാവുക എന്ന് പറയുന്നത്, അതായത് ആ തലച്ചോറിൽ 2 ക്വാളിറ്റിയേ ഉള്ളൂ. എന്താണ്? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. ഓടി ഒളിക്കുക, ഫൈറ്റ് ചെയ്യുക. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കുക. പേടി, ഭയം, നമ്മളെല്ലാവരിലും നിൽക്കുന്ന ഈ ഭയം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് മനുഷ്യ പരിണാമം തുടങ്ങുന്നതിന് മുമ്പ് തലച്ചോറ് രൂപീകൃതമായ, മനുഷ്യനായിട്ട് പ്രത്യേകിച്ച് തലച്ചോറുണ്ടായില്ല. അതാണ് പരിണാമ സിദ്ധാന്തമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് പിറകിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് പല ജീവികളിൽ നിന്നാണ് ഇങ്ങനെ മാറി കുരങ്ങ് വർഗം ഇങ്ങനെ ഹോമോസാപ്പിയൻസിലൊക്കെ എത്തി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ജീവി അത് ഇന്നുകൊണ്ട് ഏതൊക്കെയാണ്? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. അതാണ് നമ്മൾ ഫുഡ് ശൃംഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ പരുന്ത് കഴിക്കുന്നു എന്ന് പറയുന്ന ഈ ഫുഡ് ശൃംഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുല്ലിനെ തവള ഫൈറ്റ് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം. അതാണ് ഫൈറ്റ്. പുൽച്ചാടി ഫൈറ്റ് ചെയ്യണം, പുൽച്ചാടിനെ തവള ഫൈറ്റ് ചെയ്യണം, തവളയെ പാമ്പ് ഫൈറ്റ് ചെയ്യണം, പാമ്പിനെ പരുന്ത് ഫൈറ്റ് ചെയ്യണം. ഓക്കെ, ഇത് തിരിച്ചാണെങ്കിൽ പരുന്തിനെ കാണുമ്പോൾ പാമ്പ് ഫ്ലൈറ്റ് ചെയ്യണം, അതിന് നിലനിൽക്കണമെങ്കിൽ ഒഴിഞ്ഞു മാറണം, മനസ്സിലായി, പേടിച്ച് മാറണം, ഒളിച്ചോടണം. അതേപോലെ പാമ്പിനെ കാണുമ്പോൾ തവള ഒളിച്ചോടണം, ഫ്ലൈറ്റ് ചെയ്യണം. തവളയെ കാണുമ്പോൾ പുൽച്ചാടി ഫ്ലൈറ്റ് ചെയ്യണം, പുൽച്ചാടിയെ കാണുമ്പോൾ പുല്ല് ഫ്ലൈറ്റ് ചെയ്യണം. ഇത് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്? അത് പ്രത്യുൽപാദനം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അത് ആ പ്രപഞ്ചം ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. ആ വംശം നിലനിൽക്കുന്നതിന് വേണ്ടി, ആ ഐറ്റം നിലനിൽക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം അങ്ങനെ ഒരു റൂട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരാശയമാണ്. അപ്പൊ ആദ്യം ഉണ്ടായത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കുണ്ടാവുന്ന ക്രോധവും നമുക്കുണ്ടാവുന്ന പേടിയും ജീവപരിണാമം തുടങ്ങി അമീബയ്ക്ക് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ ജീവികളുടെ ആദ്യത്തെ തലച്ചോറ് രൂപീകരണത്തിൽ അന്നുണ്ടാക്കി വെച്ച് ബ്രെയിനിൽ വെച്ച സാധനമാണ് ഇന്നും അതിന്റെ തുടർ സാധനം തന്നെയാണ് ഇരിക്കുന്നത്. കണക്ട് ആവുന്നുണ്ടോ? അപ്പൊ ഇന്ന് നമ്മൾ പലപ്പോഴും ഭയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഉത്കണ്ഠ കുറിച്ച് പേടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളെ നിലവിലെ ലോജിക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ദേഷിക്കുമ്പോൾ
എല്ലാം മറന്ന് നാളെ ആ മനുഷ്യനായിട്ട് നമുക്ക് സഹകരിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ദേഷ്യം കൂടുന്ന ഒരു മൃഗീയമായ നമ്മളൊരു മൃഗീയമായ സ്വഭാവം കാണിച്ചു എന്നൊക്കെ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ സ്നേഹവും കരുണയും എന്താണ് സ്നേഹവും വാത്സല്യവും പ്രേമവും വികാരങ്ങളും രൂപപ്പെടുന്നതിന് മുമ്പ് രൂപപ്പെട്ടതാണ് ഈ പറയുന്ന എനിക്ക് ആ പേര് അറിയാമോ ടീച്ചറെ ആർക്കെങ്കിലും? ആ ഫസ്റ്റ് ഞാനത് നോട്ട് ഇടാം കേട്ടോ. മിസ്റ്റേക്ക്, ഞാൻ ഇതിനകത്ത് ഈ ഇതിനകത്ത് ഇല്ലാണ്ടിരുന്നാണ്, പക്ഷെ നടന്നില്ല. കണക്ഷൻ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ വാക്ക് പറയത്തുണ്ട്, കുഴപ്പമില്ലല്ലോ. ചില ഭാഗങ്ങൾ ക്ലിയർ ആവണില്ല മാഷെ. സംസാരം കൊണ്ടാണോ അതേ എക്കോ അങ്ങനെ റേഞ്ച് സിഗ്നലിന്റെ പ്രശ്നമുണ്ട്, ചിലത് എക്കോ ആയിട്ട് വരും. ആണല്ലേ? സിഗ്നലിന് വീഡിയോക്ക് പ്രശ്നമൊന്നുമില്ല, കാണാൻ പറ്റുന്നുണ്ട്. വോയിസ് പ്രശ്നമുണ്ടോ? ഇല്ല വോയിസും വീഡിയോ ഒക്കെ കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതല്ല അങ്ങനല്ല, സിഗ്നലിന്റെ പ്രോബ്ലം അവിടെ ഉള്ള അറിയില്ല, പക്ഷെ സാറിന്റെ അടുത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് ബാക്കിയൊന്നും ബ്രേക്ക് ചെയ്ത് കേൾക്കുന്നില്ല. ഓക്കെയാണ്. ശരി 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 ശരി. എലിപ്റ്റിക്കലാ നമ്മളെ എന്താണ് റൂയൽ ടീച്ചറിന് അറിയാമോ ആ പേര്? ഞാൻ ജസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കായിരുന്നു. അപ്പോൾ ഇത് അതടുത്താണ് ഇപ്പോൾ റെക്കോർഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ ഇതിൽ കിടന്ന ആളെടുത്ത് ഞാൻ റെക്കോർഡിങ് മൊബൈലിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത. ഓക്കെ, ആ ഒരു അത് ഞാൻ ഇപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് നോട്ടിടാം. രണ്ടാമത് തലച്ചോറ് രൂപപ്പെടുന്നതാണ്. അല്ലല്ലല്ല, ജസ്റ്റ് ഞാനൊന്ന് ഒരു സെക്കൻഡേ. ഞാൻ ഇതിൽ വന്നതുകൊണ്ട് മറ്റേ മൊബൈലിൻ്റെ പേരുള്ള അതെ 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 അല്ലേ? മമാലിയൻ ബ്രെയിൻ, പിന്നെ ഹ്യൂമൻ ബ്രെയിൻ. ആ അതില് ഏട്ടാ 3 ഇതെന്ന് പറയുന്നത് മൂന്നാമത്തെ ഫസ്റ്റ് പറഞ്ഞേട്ടാ റെപ്റ്റീലിയൻ റെപ്റ്റീലിയൻ ബ്രെയിൻ. അതായത് ആദ്യമായി ബ്രെയിൻ, ഇത് ആ വാക്ക് പറയാതെ പോയത് പറഞ്ഞല്ലോ ഞാനിത് മിസ്റ്റേക്ക്. ഞാനിപ്പോ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. ഇത് സെർച്ച് ചെയ്യണം. അതായത് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളിൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ക്രോധവും ഭയവും എവിടെ കിടക്കുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോഴും എടുത്ത് വെച്ചിട്ട് ഇനി മുന്നോട്ട് ചലിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം നമ്മൾ പറഞ്ഞ ആ ആശയം, പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത ആശയത്തിലൂടെ എത്താനാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അപ്പോൾ മനസ്സിലാവും മനുഷ്യൻ എങ്ങനെയാണ് ഇത് കണക്റ്റായി കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റെപ്റ്റീലിയൻ ബ്രെയിന് അതാണ് ആദ്യം രൂപപ്പെടുന്ന. പിന്നെ രണ്ടാമത് തുടങ്ങുന്ന ലിംബിറ്റിക് അല്ലേ? ലിംബിക് അല്ല, ഇതില് അല്ല, അത് അതിന്റെ സബാണ്. ഞാൻ ലിംബിക് ആണ്, ലിംബിക് സിസ്റ്റം കേട്ടോ. ഈ മൂന്ന് ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് സബുണ്ട്. ഹലോ മാഷെ പറഞ്ഞതിന് കേട്ടാ, അത് ഞാനിത് ഈ 3 രീതിയിലാണ് ഇതിനകത്ത് സബായിട്ടുണ്ട്. നോക്കാം, അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇതിനകത്ത് ചർച്ച ചെയ്യാം. ഓക്കെ, ഞാനിത് പറയുന്ന ഓക്കെ വേറെ ഒന്നും വിചാരിക്കരുതേ. ലിംബിക് സിസ്റ്റം. ഇപ്പൊ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന രണ്ടാമത് രൂപപ്പെടുന്നതാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആദ്യത്തെ ബ്രെയിൻ ഉണ്ടായ ജീവികൾ ഇന്നിവിടെ ഉണ്ട്, അത് മനസ്സിലാക്കണം. പാമ്പ് ഇതിനൊന്നും ഇണക്കിയെടുത്താൻ പറ്റില്ല, അത് പ്രത്യേക രീതി അങ്ങ് നിൽക്കണമെന്നേ ഉള്ളൂ. പാമ്പ്, അങ്ങനെയുള്ള ഇഴജന്തുക്കൾ, അട്ട, ഇത്തരം ജീവികളൊക്കെ എന്താണ് ഇപ്പോഴും ആ ഫസ്റ്റ് ബ്രെയിനും കൊണ്ടാണ് നടക്കുന്നത്. ആദ്യം രൂപപ്പെട്ട ബ്രെയിനായിട്ട് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്.
രണ്ടാമത് രൂപപ്പെട്ട അതിനുശേഷം അതിന്റെ മുകളിലാണ് രൂപപ്പെടുന്നത് കേട്ടോ. അതിന്റെ മുകളിൽ പിന്നെ ലിംബിക് സിസ്റ്റം. ലിംബിക് സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന കരുതല്, അതായത് സ്നേഹം, ചെറിയ 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 വികാരങ്ങൾ മീൻസ് ഈ വാത്സല്യം ഉണ്ടാവുക, ഇണങ്ങിച്ചേരുക, പട്ടി പൂച്ച, പ്രത്യേകിച്ച് പ്രസവിക്കുന്ന ജീവികളൊക്കെ മക്കളെ എന്താണ് അവര് ഒരുവിധം പുറത്തേക്ക് പോകുന്നവരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? ഇങ്ങനെ അവർക്ക് തന്നെ ആ ജീവികളോട് പരസ്പരം സ്നേഹം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കുള്ള രൂപപ്പെടൽ. അവിടെയാണ് നമ്മളെ തലച്ചോറിനകത്ത് ഈ സ്നേഹവും ഈ എന്താണ് ഈ ഇണങ്ങിച്ചേരാനുള്ള പ്രേരണകൾ അവിടെ ഉണ്ടായിട്ടുള്ള മനസ്സിലായോ? ഞാനിത് പറഞ്ഞത് വികാരങ്ങൾ, പ്രത്യേകതരം വികാരങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? ഈ നമ്മൾ പറഞ്ഞ ലിംബിക് സിസ്റ്റത്തിനകത്താണ്. ഓക്കെ, 10 മണിയായി. ഒരു 10 മിനിറ്റോടെ പോട്ടെ, കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ അടിച്ചിട്ട് പോകാം. ഞാൻ അത് ഇതൊന്ന് എടുത്തോട്ടെ, അപ്പൊ അത് ആ ഒരു ആശയം പൂർത്തിയാവും. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് സ്നേഹവും വികാരങ്ങളും ഒക്കെ വികാരങ്ങളൊക്കെ കുറെ രൂപപ്പെട്ടു തുടങ്ങിയ ഇടമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ രണ്ടാമത്തെ ഭാഗത്ത്, ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്താണ്. ഇത് രൂപപ്പെട്ട പട്ടികൾ പ്രസവിക്കുന്ന ഏകദേശം എല്ലാ ജീവികൾക്കും ഉണ്ട്, മുട്ടയിടുന്ന ചില പക്ഷികൾക്കൊക്കെ ഈ പ്രോസസ് ഉണ്ട്. അവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങൾ. അതായത് ഇതുവരെ ഉള്ള എല്ലാ ജീവികൾക്കും സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അവർക്ക് ഒരു ജീവിക്ക് പ്രസവിക്കുന്ന സമയത്ത് പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നും എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നും പറക്കമുറ്റാവുമ്പോൾ അതിനെ തള്ളിക്കളയണമെന്നും അവർക്ക് ഇന്റേർണലി അവർക്ക് മെസ്സേജ് കൊടുക്കുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കുള്ളതുപോലെ അവർക്കുണ്ട്. ഇതിങ്ങനെ നിന്നതിന് ശേഷമാണ് മൂന്നാമത് നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ തലച്ചോറ് രൂപീകരണമാണ്. അത് മനുഷ്യനാണ് കൂടുതലായി രൂപപ്പെട്ടുള്ള. മനുഷ്യന്റെ നെറ്റി ഇങ്ങനെ ഇരിക്കുന്നതിന്റെ പിന്നിലും അതാണ്. നമ്മുടെ ഈ പറയുന്ന ന്യൂറോണുകളുടെ എണ്ണം മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ബ്രെയിനിൽ മാത്രമാണ് ഇത്രമാത്രം ന്യൂറോണുകളുള്ളത്. ഈ നിയോ കോർട്ടക്സിൽ മൂന്നാമത്തെ തലച്ചോറ് രൂപീകരണം ഉണ്ടാകുമ്പോഴത്തേക്ക്, മൂന്നാമത്തെ തലച്ചോറ് രൂപീകരണം പ്രപഞ്ചത്തിൽ നടന്ന സമയത്ത് ന്യൂറോൺ ആവശ്യത്തിന് പറക്കി അടുക്കി 10,000 കോടി ന്യൂറോൺ ഈ എന്താണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആ ടീമിനോട്ട് അങ്ങ് കൊടുത്ത്, അവിടം തൊട്ടാണ് പിന്നെ ഇവ ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞു. അതായത് അവിടെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സെന്ന് പറയുന്നത് ഉള്ളത്. അത് സബ് കോൺഷ്യസ് മൈൻഡ് മറ്റെല്ലാ ജീവികൾക്കും നമുക്കും ഒരുപോലെയാണ്. ഒരുപക്ഷെ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് കണക്റ്റഡ് നമുക്കിപ്പോൾ കുറവാണ്. കാരണം നമ്മൾ ബോധത്താൽ കൂടുതൽ വന്നപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡായിട്ടുള്ള കണക്റ്റഡ് കുറച്ച് കുറവാണ്. കാരണം എല്ലാം ബോധത്തിന്റെ ബേസിൽ നമ്മൾ നോക്കാൻ തുടങ്ങി. നമ്മൾ നിരന്തരം സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ ബ്രെയിനിലേക്ക്, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചിങ്ങോട്ട് പറയുന്നുണ്ട്. മറ്റെല്ലാ ജീവികൾക്കും അവർക്ക് ആവശ്യം, അവർക്ക് ഒരു അസുഖം വരുമ്പോൾ അവരെന്ത് ചെയ്യണം, ഏത് പുല്ല് കടിച്ച് തിന്നണം, അവർ പ്രസവിക്കുമ്പോൾ എങ്ങനെ ഒരു തള്ളപ്പൂച്ച എങ്ങനെ കുഞ്ഞിനെ എടുക്കണം, ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് കൃത്യമായിട്ടും മറ്റ് ജീവികൾക്കുള്ള പ്രവർത്തനത്തിന് ആവശ്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബോധം എന്ത് ചെയ്യുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് നമ്മൾ സ്വപ്നങ്ങളും അതും ഇതും എല്ലാം അടിച്ചങ്ങ് കയറ്റി കൊടുക്കുക. അല്ലാതെ നമ്മൾ മെഡിറ്റേഷനിലോ രാത്രി കാലങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലെയോ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തോ പറയാൻ നമ്മളോട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾക്കാൻ തയ്യാറായാൽ നേരത്തെ പറഞ്ഞ നമ്മളെ മനസ്സിലുണ്ടാവുന്ന ആശയവൽക്കരണം വരുതരും. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് പറയണത് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. കാരണം പ്രപഞ്ചവുമായി മനുഷ്യന് കണക്ഷൻ ഇല്ല. പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാൻ ഇട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കള്ളം പറഞ്ഞ് പഠിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രപഞ്ചം ഇഞ്ഞ് തരും അതൊന്നുമല്ല. സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് എന്ത് ചെയ്യാണ്, കണക്റ്റഡ് ആക്കിയിട്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ ശരീരം എങ്ങനെയാ രൂപപ്പെടുന്ന, ശരീരം പ്രകൃതിയുടെ ഭാഗവും
നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രപഞ്ചത്തിന്റെ ഭാഗവും. ഇതൊരു ആശയമാണ്. ഇങ്ങനെ ഈ ജീവിയെ ഇട്ടേക്കണം. ശരീരം നമ്മളെ പഞ്ചഭൂതങ്ങളാൽ, മനസ്സിലല്ലേ, ജലം, വായു, ഇങ്ങനെ വരുന്ന 5 ഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടെങ്കിൽ ഈ മൈൻഡ് പ്രപഞ്ചത്തെ പോലെ തന്നെ ഇന്നും സൂക്ഷ്മമാണ് മനസ്സ്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതുവരെയും കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള അത് പഠനം ഇനി എത്ര കാലവും പോകും. ഇതൊരു ആശയമാണ്, പ്രപഞ്ചത്തിന്റെ ഒരു ആശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വിളിച്ച പല ആൾക്കാരടുത്തും പറഞ്ഞുകൊണ്ട് നമ്മൾ 5 ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കും, 5 മിനിറ്റ് ഓക്സിജൻ എടുത്തില്ലെങ്കിൽ മരണപ്പെടും. ഓക്സിജൻ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ നമ്മൾ എടുത്തില്ലേ മരണപ്പെടും. ഫുഡ് നമ്മുടെ മുന്നിലുണ്ട്, നമ്മൾ 5 ദിവസം കഴിച്ചില്ലെങ്കിൽ മരണപ്പെടില്ല. പക്ഷേ നമ്മൾ ഇന്നും കഴിച്ചു, ഇന്ന് വൈകിട്ടത്തേക്ക് അല്ലെങ്കിൽ ഇനി കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നാളെയും കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 5 ദിവസം കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, മരിക്കില്ല. അതിന് നമ്മൾ കരുതിയിട്ടുണ്ട്. 5 മിനിറ്റ് ഓക്സിജൻ എടുത്തില്ലെങ്കിൽ നമ്മൾ മരണപ്പെടും. അങ്ങനെയെങ്കിൽ നമ്മളെ ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഏത് ജീവിയെയും അതിന് കൃത്യമായി ശ്വസനം എടുക്കാൻ ആന്തരികമായി പ്രേരിപ്പിക്കുന്ന പോലെ മനുഷ്യന് മാത്രമാണ് കോൺഷ്യസ് മൈൻഡ്. മനസ്സിലായില്ലേ? പട്ടിക്ക് കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്തതാണ് ചോറൊന്നും വേവിച്ച് കഴിക്കാത്തത്, അല്ലെങ്കിൽ മറ്റു ജീവികളൊന്നും ചോറ് വേവിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കിട്ടുന്ന ആൾക്ക് വെച്ചിരുന്ന എന്തുകൊണ്ടാണ്? അവർ കരുതി വയ്ക്കാൻ കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്തതാണ്. ചിലപ്പോൾ കിട്ടിയ ചില പട്ടികൾ ചില ഇത്തിരിയൊക്കെ മനുഷ്യരോട്ടൊക്കെ ഇടപെട്ട് കോൺഷ്യസ് ബോധമുള്ളതൊക്കെ ചിലപ്പോൾ എവിടെയെല്ലാം കുറിച്ചൊക്കെ ഇടും. അതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെയ്യിപ്പിക്കപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ അവരെയും ശ്വാസം എടുപ്പിക്കുന്നു, നമ്മളെ ഒരു ദിവസം 23,000 തവണ ശ്വാസം എടുപ്പിക്കുന്നു. പ്രപഞ്ചം നിസാരമല്ല. നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല, നമ്മൾ എടുക്കുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞത് നമ്മൾ ശ്വാസം എടുക്കണം. എടുക്കും തോറും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളായിട്ട് ഇണങ്ങും. അതുകൊണ്ട് മെഡിറ്റേഷനിൽ മൊത്തം സബ് കോൺഷ്യസ് മൈൻഡിനെ പുണരണമെങ്കിൽ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കോൺഷ്യസ് മൈൻഡ് ഇണങ്ങണമെങ്കിൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കണം. ശ്വാസത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനിലെ ഏകദേശമുള്ള എല്ലാം ഉള്ളൂ. അതിന്റെ കാരണം എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് നേരിട്ട് അറിയാം, നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശ്വസനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ജോലി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആവും. അതിനാണ് പറയുന്നത്, അല്ല വേറെ ഒന്നുമല്ല. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ. കേട്ടിട്ടുണ്ടാകും, മെഡിറ്റേഷനിൽ ഏകദേശമുള്ള എല്ലാവരും ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറയും. അതിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഞാനിത് പറഞ്ഞെന്ന് പറയുന്നത്, ആ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ ഇല്ലാതാക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും പറ്റും. എനിക്ക് ജീവിക്കണ്ട, ഞാൻ ഈ ലോകം ഈ ലോകത്തിന് ഇനി എന്നെ കൊണ്ട് ഉപയോഗമില്ല, ഞാൻ നശിച്ചവനാണ് എന്ന് പറയണമെങ്കിൽ അവസാനം ഫാനിൽ കയറ് കെട്ടി അല്ലെങ്കിൽ സാരി എടുത്ത് കെട്ടി കഴുത്തിൽ കുരുക്കെട്ടി തൂങ്ങടാന്ന് പറയും സബ് കോൺഷ്യസ് മൈൻഡ്. മനസ്സിലായി? നിരന്തരം നമ്മളെ അയ്യോ ഇനി ജീവിതത്തിൽ ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സബ് കോൺഷ്യസിനകത്ത് മൈൻഡ് പഠിപ്പിച്ച ഉല്ലം പോയി ചാവണം വിചാരിച്ചു. മനസ്സിലായി? ഞാൻ മാക്സിമം ഒരു ദിവസം 23,000 തവണയൊക്കെ പാടുവിട്ട് ശ്വാസം എടുത്ത് അവനെ നിലനിർത്തുമ്പോൾ അവൻ ഏതോ തലയ്ക്ക് അവൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ഏതോ വലിയ ആഗ്രഹവും ചോദിച്ചിട്ട് വളരെ നഷ്ടബോധവും ചോദിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. എന്നാൽ നീ ചാവെന്ന് പറഞ്ഞ് കയറ് ഫാനിൽ കെട്ടി തൂക്കി കഴുത്തിലിട്ടിട്ട് കസേര എടുത്ത് അവിടെ മക്കളെ ബോധം ഉണ്ടാവൂല, അച്ഛനും അമ്മയെ ബോധം ഉണ്ടാവൂല, നാട്ടുകാർ വന്ന് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഭാര്യയും മക്കളെയും രക്ഷകർത്താക്കളെയും സഹോദരിമാരെയും ചീത്ത വിളിക്കും, അവർ തോന്നണ കണക്കൊക്കെ കാണിക്കും എന്നൊന്നും ബോധം വരില്ല. അവന്റെ ബോധം ഉറങ്ങും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് അതായത് അപാരമായിട്ടുള്ള ശക്തിയുള്ള ഒരാളാണ്. നമ്മളെ രക്ഷപ്പെടുത്തണോ, നമ്മളെ കൊല്ലാൻ തയ്യാറായ സബ് കോൺഷ്യസ് മൈൻഡ്, കൊല്ലാൻ തയ്യാറാന്ന് പറഞ്ഞാൽ നമ്മൾ ചാവും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൊന്നു തരും, എല്ലാം മറന്നു പോകും. അപ്പോൾ ചിലർ ഇതൊക്കെ ഈ ചില ആത്മഹത്യ വക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് പറയില്ല, എനിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അപ്പോഴും വിളിക്കാൻ തോന്നി, ഒരാളെ ഫോൺ എടുത്ത് വിളിക്കാൻ തോന്നി, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് വിളിച്ച് പറയാൻ തോന്നി, അത് പറയായിരുന്നെങ്കിൽ ഞാൻ സത്യത്തിൽ മരണപ്പെട്ടു എന്നുള്ളത്. അതായത് ബോധമനസ്സ് നമ്മൾ പറയും എനിക്ക് നല്ല ബോധമുള്ള ആളാണോടാ ഞാൻ, മനസ്സിലല്ലേ, എനിക്ക് നല്ല ബോധത്തോടെ തന്നെ ഞാൻ ജീവിക്കുന്ന, എനിക്കെന്തല്ല, എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അറിവുകളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിയാൽ ആദ്യം ഒളിച്ചോടുന്നത് ഈ ബോധമനസ്സാണ്. മനസ്സിലായില്ലേ?
നമ്മൾ ആ ആളിന്റെ ബലത്തിൽ പറയും ഞാൻ ഭയങ്കര എനിക്ക് നല്ല ബോധമാണ്, ഞാൻ നല്ല ബോധത്തോടെ തന്നെ ജീവിക്കണത്, ഞാൻ നല്ല ബോധത്തോടെ തന്നെ പറയും. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം വിളിക്കുന്ന ആരാ? ഈ ബോധ മനസ്സാണ്. പക്ഷേ ഞാനിതിന്റെ ഒരു ആശയ രീതിയിൽ പറഞ്ഞതാണ്. ബോധ മനസ്സ് പോയില്ലെങ്കിൽ അത്രയും വേദന താങ്ങാൻ പറ്റാതെ തലച്ചോറ് വരെ പൊട്ടിത്തെറിക്കാം. അത് വേറൊരു സത്യം അതിനകത്തുണ്ട്. എന്നാലും ഞാൻ പറയണം, ബോധ മനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ വെച്ച് പറയണം. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങാറില്ല. ഇപ്പൊ മൂന്നാമത് വന്ന ഈ മനുഷ്യന്റെ നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന അവിടം തൊട്ടാണ് ആസൂത്രണം ചെയ്യാനും തീ കണ്ടുപിടിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോ മനുഷ്യന്റെ ആശയങ്ങളും വ്യത്യസ്തമായി. അവിടെ പ്രപഞ്ചം വൻകര വരെ കൊണ്ടുവച്ചെങ്കിൽ വൻകരകളുടെ കൂട്ടം, അതായത് വൻകരകളിൽ നിരവധി രാജ്യങ്ങൾ, ഓരോ വൻകരകളിലും നിരവധി രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങളിലും നിരവധി സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളിലും നിരവധി ജില്ലകൾ, ഓരോ ജില്ലകളിലും നിരവധി ഭൂമി അടിസ്ഥാനത്തിലാണ് മനുഷ്യന്റെ ആശയം അവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായി? നമ്മളെ താലൂക്കുകൾ, കോർപ്പറേഷൻ താലൂക്കിന് നിരവധി പഞ്ചായത്തുകളോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ, നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ നിരവധി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിരവധി വാർഡുകൾ, ഓരോ വാർഡിലും നിരവധി വീടുകൾ. ഇങ്ങനെ മനുഷ്യന്റെ അടുത്ത ആശയ രൂപീകരണം ഉണ്ടായി. ഇത് മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും ഉണ്ടായിട്ടില്ല. കണക്ഷൻ ആയോ? ഇതാണ് ഇന്ന് നമ്മൾ ചെന്ന് നിൽക്കുന്ന എല്ലാത്തിന്റെ പിന്നിലും ഒരു ആശയമുണ്ട്. ഇത് ഭയങ്കര അമാനുഷിക ശക്തിയോ ഇത് പ്രത്യേക മനുഷ്യർക്ക് ഭക്ഷണം ഒന്നും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മളുടേതായ ഒരു ആശയം തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മൾ അതിനെ ക്ലിയർ ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞത് അത് മനുഷ്യന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. മറ്റ് ജീവികൾക്ക് ആസൂത്രണം സബ് കോൺഷ്യസ് മൈൻഡില്ലാത്ത താൽക്കാലികപരമായ ഒരു സാധനങ്ങൾ മാത്രമേ ചെയ്യൂ. അതും ചില വികാരങ്ങൾ റിലീസ് ആവുന്നതാണ്. ചില പട്ടികൾ വേറൊരു പട്ടീനെ കാണുമ്പോൾ ഒരു പട്ടി കുരയ്ക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന പട്ടി കുരയ്ക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാനും ഈ പട്ടി ഞാനെന്ന് വിചാരിച്ചു എന്ത് ചെയ്യുക, ആ പട്ടിക്കെതിരെ കുരയ്ക്കുന്നു. അല്ലെങ്കിൽ ഒരു കുഞ്ഞോ അല്ലെങ്കിൽ ഒരു ആളോ വരുമ്പോൾ ഒരു പട്ടി കുരച്ച് കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഈ ഫീലിങ്സിൽ ഇദ്ദേഹത്തിനോടുള്ള വികാരത്തിന്റെ പുറത്ത് അത് കാണിക്കുന്നു എന്നുള്ള യുക്തിയില്ല. മനസ്സിലല്ലേ? പിന്നെ യജമാനോ നേരത്തെ എന്തെങ്കിലും ഫുഡ് കൊടുത്ത പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഓർമ്മിക്കപ്പെടുന്നതാണ്. ഓർമ്മിച്ചിട്ട് അത് അതിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ ആ ആളിനെ വീണ്ടും സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അതിനകത്ത് വീണ്ടും ഇണങ്ങുന്നേ ഉള്ളൂ. ആസൂത്രണവും ആശയവൽക്കരണവും മനുഷ്യനാണുള്ളത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ തുടക്കമെന്ന നിലയ്ക്ക് ചന്ദ്രനെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ചെയ്യാതിരിക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം കർത്തവാവ് ദിവസം, കർത്തവാവ് എന്നുള്ളതല്ല വിഷയം. അതായത് നമ്മൾ സൈഡിനും, അതായത് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, അതിൽ ഇപ്പോൾ ചന്ദ്രൻ മധ്യത്തിരിക്കുകയാണ്. അപ്പുറവും ഇപ്പുറമായിട്ടാണ് സൂര്യനും ഈ ഭൂമിയും നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ചന്ദ്രനാണ് മധ്യത്തിരിക്കുന്നത്. 14 ദിവസം കഴിയുമ്പോൾ ചന്ദ്രൻ അപ്പുറത്ത് പോകും, അപ്പോൾ ഭൂമി മധ്യത്ത് വരും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു സ്പിരിച്വൽ, മനസ്സിലായി? അത് വേറൊന്നുമല്ല, ഒരു DNA സ്പിരിച്വൽ, DNA പരമായിട്ടൊരു സ്പിരിച്വലായിട്ട് കണ്ടാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതേപോലെ നേരത്തെ പണ്ട് മുതിർന്ന മരണപ്പെട്ടു പോയവരുടെ അവരെ ഒരു ദിവസം നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. വെറുതെ ഇത് ഒരു തരത്തിലുള്ള ഇസമല്ല. ആ ചിന്തിക്കുമ്പോൾ അവരുടെ നല്ല വശങ്ങളെ കുറിച്ച് ചിന്തിക്കുക. കാരണം എത്രയോ പേര് നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ സുഹൃത്താവാം, നമ്മളെ അച്ഛനാവാം, അമ്മയാകാം, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ ആവാം. പക്ഷെ നമ്മളെ ഓർമ്മയിലുള്ള ഒരു ദിവസം നമ്മളിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുകയാണല്ലോ. ഇതിനകത്ത് വേറെ ആത്മീയത വെക്കരുത്, ആത്മീയതയായിട്ടൊന്നും ബന്ധമില്ല, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇസ ഞാൻ കൊണ്ടുവയ്ക്കല്ല. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. ജസ്റ്റ് ഒന്നും ചെയ്യുക, ഇന്നത്തെ ദിവസത്തിന്റെ ആണ്, അതായത് മരണപ്പെട്ടു പോയവരുടെ ക്വാളിറ്റികളൊന്നും ആലോചിക്കാൻ നല്ലതാണ്. കാരണം ആ ക്വാളിറ്റി അവരുടെ ചിന്ത ഊർജമാണ്. നമ്മൾ ആ ക്വാളിറ്റികൾ ആലോചിക്കുന്ന സമയത്ത് ആ ചിന്തയുമായി ചിലപ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള ചില അംശങ്ങൾ, ചില പുതിയ വഴികൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ചിലപ്പോൾ വന്നിരിക്കാം. അല്ലെങ്കിൽ ഓർക്കപ്പെടുമ്പോൾ അതനുസരിച്ചുള്ളൊരു ഇന്നത്തെ ദിവസം നമ്മൾ
അത് ആർക്കെങ്കിലും ഞാനത് പറയുന്നത് അങ്ങനെ താല്പര്യം ഇല്ലാത്തവർ ചെയ്യേണ്ട, ഞാൻ ആത്മീയപരമായി കൊണ്ടുപോകല്ല. പക്ഷേ എന്നിൽ നിന്ന് ഇവിടെ കഴിഞ്ഞു പോയ ചില ആൾക്കാരെ ഓർമ്മിക്കാൻ ഒരു ദിവസം നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളെ കുറിച്ച് ആരും ഓർമ്മിക്കാൻ? നമ്മൾ ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവിടെ നിന്ന് പോകണം. അപ്പം നമ്മളെ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അതിനോടൊപ്പം കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ അമ്മയും അച്ഛനെയും, അമ്മയുടെ അമ്മയും അച്ഛനെയും, അപ്പൂപ്പനെയും അമ്മൂമ്മയും അതിൻ്റെ മേലോട്ടെന്ന് അങ്ങനെ ഒന്ന് വെറുതെ പറഞ്ഞാൽ മതി. DNA നിങ്ങളുടെ തലമുറകളായിട്ട് DNA വഴി വന്നിട്ടുള്ള ഒരു എനർജി ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് കിട്ടാൻ ഒന്ന് ഓർത്തോട്ടെ. മരിച്ചുപോയ അവർ നേരത്തെ പറഞ്ഞൊക്കെ അങ്ങനെ വല്ല ഒരു കാലഘട്ടം അല്ലെങ്കിൽ മരിച്ചുപോയവർ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന സിസ്റ്റമൊക്കെ ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് എല്ലാ മതവിശ്വാസം കൊണ്ട് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഊർജ്ജമല്ലോ. അവർ കുറേ ചിന്തകൾ വിട്ടിട്ട് പോലുണ്ട്. സയൻസിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ്, മനസ്സിലായില്ലേ? എന്താണ്, ഐസക് ന്യൂട്ടനൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഊർജത്തെ നശിപ്പിക്കാൻ കഴിയില്ല, പുതിയത് നിർമ്മിക്കാനും പറ്റില്ല. അതിനെ പ്രത്യേക രൂപമാറ്റം വരുത്തിയെടുക്കാനേ പറ്റൂ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്തയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കണക്ട് ചെയ്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ആരൊക്കെയോ നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ട് വർഷങ്ങളായി, 10,000 വർഷങ്ങളായി ചിന്തിച്ച് ഇവിടെ കളഞ്ഞിട്ട് പോയതിൻ്റെ ആ ഊർജ കണങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതുമായി സാമ്യമുള്ള ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രെയിനുമായി ഈ ചിന്തയുടെ കണം കൂടിച്ചേരും. കാരണം ചിന്ത എന്ന് പറയുന്നത് ഊർജമല്ലെന്ന് ശാസ്ത്രത്തിന് പോലും പറയാൻ പറ്റില്ല. അതേ ശാസ്ത്രം തന്നെ പറയുന്നു ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല, രൂപമാറ്റം വരുത്താൻ പറ്റൂ. അപ്പോൾ മറ്റാരോ ചിന്തിച്ചിട്ടുള്ള, അതായത് നമുക്കൊരു തെറ്റ് ചെയ്യാൻ തോന്നി, ഒരു തെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സാഹചര്യം കിട്ടി. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പണ്ട് തെറ്റ് ചെയ്ത കുറെ ആൾക്കാരുടെ ഊർജ്ജം ഇവിടെ കിടപ്പുണ്ട്. തെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട കുറെ ഊർജ്ജം ഇവിടെ കിടപ്പുണ്ട്. കുറെ ആൾക്കാർ ചിന്തിച്ച് കളഞ്ഞിട്ട് ഇട്ടിട്ട് പോയത്, ആശയം ഉണ്ടാക്കി ഇട്ടിട്ട് പോയേക്കുന്നത്. ഇത് കയറി നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോലും അറിയാതെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ചെയ്തതിനു ശേഷമുള്ള ഒരു നാളുകൾ നമ്മുടെ ബോധം, നേരത്തെ പറഞ്ഞ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ആലോചിക്കുന്ന, ഞാൻ അത്രയും മോശപ്പെട്ട പ്രവൃത്തി ചെയ്തു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ചെയ്യുമെന്ന്. വേറെ ആരാണെങ്കിലും ശരി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ചെയ്യുമെന്ന് എന്ന് പറഞ്ഞ കാരണം. അതേപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ വന്നിരുന്ന് ക്ലാസ് ചെയ്യുമെന്ന്. സീരിയസ്ലി ഞാൻ ഇത്രയും പേർക്ക് ക്ലാസ് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. അതിന് പറ്റുന്ന യഥാർത്ഥ പിണക്ക് ഇടയ്ക്ക് ഒരു ഈ കോഴ്സ് ഇപ്പൊ ഈ ഒരു ഇന്നത്തെ ദിവസം തീരുന്നതിനകത്ത് ഒരു നല്ല എന്നെ മോട്ടിവേറ്റ് ചെയ്ത മറ്റൊരു വാക്കും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ അതും കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് സോദി അച്ചായൻ എന്നുള്ളൊരു അച്ഛനുണ്ട്. അദ്ദേഹം MA ഫിലോസഫിയാണ്. അപ്പൊ ഞാൻ നേരത്തെ കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരുന്നിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് ഞാൻ 10ാം ക്ലാസ് എഴുതാൻ ഒരു ആഗ്രഹം തോന്നി. 10ാം ക്ലാസ് അന്ന് ഓൾഡ് സാക്ഷരതാ മിഷനില്ല, ഓൾഡ് സ്കീമുകാർക്ക് എഴുതാനുള്ളൊരു അവസരം വന്നു. അപ്പോൾ എഴുതാനായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് സംസാരിക്കണം. അപ്പോൾ സോദി അച്ചായൻ വന്ന് എന്നെ ഫിലോസഫറാണല്ലോ, അയാൾ ഫിലോസഫിയാണ് എടുത്തത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇണങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അപകർഷതയുടെ കൊടുമുടിയായിരുന്നു ഞാൻ, അപകർഷതയുടെ കൊടുമുടിക്കകത്താണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ അറിയാവുന്നവരും വിദ്യാഭ്യാസമുള്ളവരും അല്ലെങ്കിൽ കാസ്റ്റ് ബേസ് ഇത്തിരി വലിയ മതത്തിലൊക്കെ ഉള്ളവരും ഒക്കെ അല്ലേ, അവർക്കൊക്കെ അല്ലേ അത് പറ്റൂ, അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതെൻ്റെ ജീവിതത്തിലെ തീപ്പൊരിയാണ്. ഞാൻ ഇവിടെ എത്തിച്ച ഈ കലണ്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു തീപ്പൊരിയാണ്. സുഭാഷെ, പരുന്ത് പറക്കുന്ന ആകാശത്ത് തുമ്പിക്കും പറക്കാം, പരുന്ത് പറക്കുന്ന ആകാശത്ത് തുമ്പിക്കും പറക്കാം. പരുന്ത് ഉയരത്തിൽ പറക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തുമ്പി താഴത്തിൽ നിന്ന് പറക്കാതിരുന്നാൽ അതിന്റെ ആയുസ്സാണ് നഷ്ടപ്പെടുന്നത്. പറന്ന് നോക്ക്, മനസ്സിലല്ലേ? നിറമുള്ള പൂകളും മധുരമുള്ള തേൻകനികളും കിട്ടും. സുഭാഷെ, പരന്ത് ഉയർത്തി പറന്നോട്ടെ, നീ താഴത്ത് നീ മധുരമുള്ള തേനും നിറമുള്ള പുഷ്പങ്ങളുടെ മണവും നീ നുകരാനാണ് പറഞ്ഞത്. ആ വാക്ക് സത്യത്തിൽ ഇപ്പം ആ പുള്ളി ഇസ്രായേലിലാണ്.
പക്ഷെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ തോന്നാളായി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിന് എന്നെ എൻ്റെ അപകർഷത എന്ന് പറയുന്നത് ഞാൻ വലിച്ചൂരി എറിഞ്ഞു എൻ്റെ ലൈഫിൽ. മനസ്സിലായില്ലേ? എങ്ങനെ ഇടിച്ച് എനിക്ക് എവിടെ കയറി സംസാരിക്കാൻ പറ്റുമോ ആ സ്ഥലം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 10:30 മണിയായി. ഇതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാൻ എത്ര ക്ലാസ് എടുത്താലും മടുക്കൂല. അതുകൊണ്ട് നമുക്ക് നിർത്തിയാലോ? ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് ശബ്ദമെങ്കിലും വന്ന്. ടൈം ടേബിൾ ഞാൻ നാളെ ഞാൻ ഇടുന്നുണ്ടേ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you very much, sir. Thank you very much. Okay, thank you. Thank you, sir. Okay, thank you. Thank you, sir. ബാബു സാർ, ആ മൈക്ക് അവിടുന്ന് ശബ്ദം വേറെ വരുന്നു. ആ, ഓക്കെ. ഇതിന്റെ റെക്കോർഡിംഗ് നാളെ ഉണ്ടാവും. ആ, റെക്കോർഡിംഗ് ഉണ്ടാവും. അത് ഞാൻ 2-3 പീസായി പോയെന്നുള്ള, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അത്. പക്ഷെ ഗൂഗിളിൽ ഇട്ടിട്ട് അല്ല, യൂട്യൂബിൽ ഇട്ടിട്ട് അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഡൗൺലോഡ് ചെയ്ത് കാണാൻ വലിയ പാടായിരിക്കും. ഒരു 5-6 GB വരും. അതിന്റെ റെക്കോർഡിംഗ് ഇടാം. ഞാൻ ഇനി നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടാവും. ഞാൻ ഓരോ കാര്യങ്ങളും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഡിസ്കസ് ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവ് ആക്കാൻ പറ്റിയാൽ ഈ കോഴ്സ് അത്രയും വിജയിക്കും. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ് നാളെ ഇല്ല, ഞായറാഴ്ച ഉണ്ട്. ടൈം ടേബിൾ ഞാൻ ഇന്ന് ഇട്ടേക്കാം. ഓക്കെ. ഒരുവിധം കണക്ട് ആയെന്ന് തോന്നുന്നു. അതെ, ഒരുമിച്ചെന്ന് പറഞ്ഞാല് നമ്മളെ ഈ ന്യൂ മൂണും ഫുൾ മൂണും ഒരുമിച്ചായിരിക്കും. ന്യൂ മൂണും നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു. നേരത്തെ ഒരു കാര്യം, ഈ ശരീരം പ്രകൃതിയുടെ ഭാഗവും തലച്ചോറാണോ പ്രപഞ്ചത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞത്? മനസ്സാണല്ലേ? സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ. പറയൂ സാറേ. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്കൊരു 3 തലമുണ്ട് മൈൻഡിന്. അപ്പൊ അതിൽ സെക്കൻഡ് ലെയറിൽ വരുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു. സെക്കൻഡ് ലെയർ. ഓക്കെ. അപ്പൊ അതില് നമ്മൾക്ക് ഇപ്പൊ ഈ സാർ ഫസ്റ്റ് ലെയറില് പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ലേ സാറ് പറഞ്ഞ പോലെ, ഫസ്റ്റ് ലെയറിൽ ഈ പറയുന്ന പോലെ പരുന്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സീരീസിനാണ് സാറ് കോട്ട് ചെയ്തത്. അല്ല, അത് ഫസ്റ്റിൽ കോട്ട് ചെയ്തല്ല, അതാ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. അത് മനസ്സിലായി. ഒന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ഓടിക്കുക, അതാണല്ലോ അതിന്റെ തത്വം. രണ്ടാമത്തെ ലെയറിൽ സാറ് പറഞ്ഞതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആണെങ്കിൽ 3 ലെയറിൽ രണ്ടാമത്തെ ലെയർ സബ് കോൺഷ്യസ് ആണ്, ഉപബോധ മനസ്സിനാണ്. ഇപ്പൊ നമ്മൾ അത് കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പട്ടി, പൂച്ച അല്ലെങ്കിൽ പശു അങ്ങനത്തെ മൃഗങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ തലത്തിൽ എത്തുമ്പോഴാണ് അത് മനുഷ്യന്റെ ഫുൾ മൂണായി ഫുൾ ഒരു ബ്രെയിൻ ആയിട്ട് വികസിച്ചു വരുന്നത് പറഞ്ഞു. അതെ, അവിടെയാണ് ഹോമോസാപ്പിയൻസിന്റെ ഒക്കെ മാറ്റവും. ഹോമോസാപ്പിയൻസിക്ക് അത് 3 കൂടിയിട്ടാണ് ഹോമോസാപ്പിയൻസിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മള് ഉപബോധ മനസ്സാണ് നമ്മുടെ ഇതിനൊക്കെ നമുക്കൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ തരുന്നതാണ്. ഈ സെക്കൻഡ് ലെയറിലുള്ള പശു, പട്ടി, ഈ അങ്ങനത്തെ ജീവജാലങ്ങൾക്ക് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോ അവരത് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ അവർക്ക് സിറ്റ് എന്ന് പറഞ്ഞാൽ പട്ടികളാണെങ്കിൽ അത് സിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ അവർ കടക്കും, ഈറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും. അത് ഓൾറെഡി അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ. ഉപബോധ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളല്ലല്ലോ. അവർ ഉപബോധ മനസ്സിൽ നിന്നാണ് അതും ഉണ്ടാവുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ. അതായത് നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് ആദ്യത്തെ ഇതിനെ ഉള്ളതാണ്. അതായത് അതിനെന്തെങ്കിലും ഫീലിങ്സ് ചെയ്യാൻ, അതായത് അതിന്റെ രുചി, എന്തെങ്കിലും ഒരു ഫീലിങ്സ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇമാജിനേഷൻ ആയിട്ട് ഫീലിങ്സ് ആണ്. മനസ്സിലായില്ലേ? സിറ്റ് എന്ന് പറയുന്ന ആ വോയിസ് ടോണിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ അടുത്ത് വരുന്ന ഒരു പട്ടിയുടെ അടുത്തേ ഇനി വാടാന്ന് പറഞ്ഞു നോക്കിയാണ് അത് ഓടെ തന്നെ ചെയ്യും. ആ വോയിസ് ടോണിൽ ഓടുന്നത്.
അതായത് ഇവരെ ഇരുത്തുകയും ഈ പരിശീലിപ്പിക്കുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യും, ഇവർക്ക് അത് ചെയ്യുമ്പോൾ ഈ പരിശീലകൻ പറയുന്നത് പോലെ ആ മൃഗങ്ങൾ തയ്യാറാവുമ്പോൾ അതിന് കൊടുക്കുന്ന പ്രത്യേക ഒരു വാത്സല്യവും ആ സ്നേഹവും ആ ഫുഡുമാണ് അതിനെ അത് വീണ്ടും അത് അനുസരിക്കാൻ തയ്യാറാവുന്നത്. മനസ്സിലായില്ലേ? ആ അത് അവിടെയാണ് നമ്മളെ യുക്തി അവിടെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ കാലാകാലങ്ങളിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന പട്ടിയുടെ അടിമയാവൂലായിരുന്നു. ഈ പട്ടികളെ എപ്പോഴേ അറ്റാക്ക് ചെയ്തിട്ട് പോയേനെ, അവരെ യുക്തി വർക്ക് ചെയ്യില്ല. മനസ്സിലായി? അല്ലെങ്കിൽ എന്തിന് ഇവൻ തീറ്റണ് പോറ്റണ്, ഇവൻ പറയുമ്പോഴത്തേക്ക് കൂട്ടിനകത്ത് കയറണ്, പിന്നെ ഇവൻ എപ്പോഴെങ്കിലും വന്ന് തുറക്കുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഞാൻ പുറത്ത് വരണം എന്നൊരു ഇവൻ പ്രതികരിച്ചേനെ. അവിടെയാണ് കോൺഷ്യസ്, മറ്റത് സബ് കോൺഷ്യസ് ആണ്. കണക്ഷൻ ആയോ? ഇതാണ് അത് ഫീലിങ്സ് ആൻഡ് ഇമാജിനേഷൻ. അതിലാണ് നമ്മളും കിടക്കുന്നത്. നമ്മളും ഇന്ന് നിൽക്കുന്ന പല കാര്യവും കോൺഷ്യസ് മൈൻഡിലല്ല, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു തരത്തിലുള്ള കേട്ടോ എന്താ വേറെ ഏതോ മൈക്ക് വന്നു. ഒരു തരത്തിലുള്ള റിസൾട്ട് ഇല്ല, എന്നാലും നമ്മൾ പലരെയും ചുമക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താ? ഏതോ മൈക്ക് മ്യൂട്ടാണ് കേട്ടോ, സംസാരിക്കാത്ത ഏതോ മൈക്ക് മ്യൂട്ടാണ്. അല്ല മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തോ. അത് ഞാൻ പറഞ്ഞത് ഇവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ പട്ടി പൂച്ചയൊക്കെ കുറച്ച് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം, അപ്പൊ അവർക്ക് കൊടുക്കുന്നതിന്റെ ശബ്ദത്താണ് അത് കേൾക്കുന്നുണ്ടാവും. അതാണ് ഞാൻ മ്യൂട്ട് ചെയ്യാൻ കാരണം. സാർ കാര്യം പറഞ്ഞോളൂ. ശരി. അല്ല ഞാൻ വെച്ച് വേറെയാണ്. അതായത് ഇപ്പൊ ഉദാഹരണം അത് ഈ എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ തെളിയിച്ച കാര്യമാണ്. അതായത് എന്നും ആഹാരം കൊടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തട്ടിയാൽ, പാത്രം വെച്ചിട്ട് നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് പാത്രത്തിൽ തട്ടിയാൽ ആ സമയത്ത് വരുന്നത് കഴിക്കാൻ വരുന്ന സംഭവം കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പട്ടിയുടെ വായിന്ന് ഉമിനീര് വരും. ഈ ശബ്ദം മതി. ഈ ശബ്ദം ഇവരിലേക്ക് സബ് കോൺഷ്യസിലേക്ക് കണക്റ്റഡ് ആണ്. ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അതവർ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓർമ്മിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. ആ സർക്കസിലും കാര്യങ്ങളും എല്ലാത്തിലും ഒരുക്കുന്നത് നമ്മളെ പല രീതികളിലും നമ്മളെ യുക്തിപൂർവമായ ചിന്തകളല്ലാതെ നമ്മളെ മെരുക്കിയിരിക്കുന്ന അതാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, സ്കൂളിൽ നമ്മളെ കോളേജിൽ നമ്മളെ രക്ഷകർത്താക്കൾ വിടുന്ന എന്തിനാണ്? അത് ജോലി നമുക്ക് അവർ പഠിച്ച് ജോലി നേടുന്നതിനാണ് നമ്മൾ സ്കൂൾ വഴിയെ പറഞ്ഞു വിടുന്നത്. പക്ഷെ നമ്മൾ ആ യാത്രയിൽ പ്രണയത്തിന് വേണ്ടി മാറ്റും. പ്രണയിക്കാം, കാരണം കൗമാരവും ടീനേജും യുവത്വമൊക്കെ അതിനുള്ളതാണ്, കൗമാരമൊക്കെ അതിനുള്ളതാണ്. പ്രണയിക്കാം, പക്ഷെ അവന്റെ ലക്ഷ്യം മറന്നുപോകും. ആ പ്രണയം നിരാശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശയായ പ്രണയം നടന്നില്ലെങ്കിൽ സാഫല്യമായില്ലെങ്കിൽ മരണപ്പെടും. ഇതൊക്കെ രണ്ടാമത്തെ പ്രോസസ്സാണ്. കാരണം പ്രണയിക്കുക എന്നുള്ളത് രണ്ടാമത്തെയാണ്. അതിൽ അഡിക്റ്റ് നടക്കാൻ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, അവന്റെ ലക്ഷ്യം ഏറ്റവും ഒന്നാമത്തെ എന്താണ്, നിയോ കോർട്ടക്സിലെ പ്രവർത്തനങ്ങളോട് വരില്ല. കണക്ഷൻ ആയോ? ഓക്കെ. അപ്പൊ അതും നമ്മളെ മനുഷ്യന്മാരിലും അഡിക്റ്റഡ് ആണ്. ഇപ്പൊ മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അഡിക്റ്റ് ആകുമ്പോ അതും നമ്മുടെ ഈ പറഞ്ഞത് അതില്ലാന്നിട്ട് പറ്റില്ല. നമ്മൾ ഉപബോധ മനസ്സാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. കോൺഷ്യസ് പോവും. പ്രണയം വരുമ്പോഴും കോൺഷ്യസ് പോവും. പ്രണയിക്കരുന്നല്ല പറഞ്ഞത്, പക്ഷെ പലതും നേരത്തെ പറഞ്ഞൊക്കെ നമ്മളെ ഈ പ്രണയിച്ച് പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നതിന്റെ പിന്നിൽ എന്നൊക്കെ ഉള്ളത്, അതായത് പ്രണയ വാഗ്ദാനങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിലുള്ള എല്ലാ പ്രമാണം വരെ എടുത്ത് കൊടുക്കും. നമ്മളെ യുക്തിയൊക്കെ പോവും. അപ്പൊ ആ സമയത്ത് നമ്മളിലുണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീനിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് ആ സമയത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു ഹോർമോൺ, അതിന്റെ പേര് എനിക്കറിയില്ല. ആ ടൈമിൽ ആ ഹോർമോണിന്റെ പ്രവർത്തനമാണല്ലോ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അത് ഏതൊരു മനുഷ്യനല്ല ഏതൊരു ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്ന സമയത്ത് ആ ഹോർമോണിന്റെ പ്രവർത്തനമാണ്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ ആ നേരത്തെ വേണം നമ്മുടെ ആധാരം വരെ എഴുതി കൊടുക്കുന്ന വേണമെങ്കിൽ പറയാം. അതൊരു ഹോർമോണിന്റെ പ്രവർത്തനമാണ്. വെച്ച് നോക്കുമ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളല്ലേ ഏറ്റവും വലിയ ദുഷ്ടന്മാര്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടി വരണം. മനുഷ്യർ അവിടെ ഇരുന്ന് നമ്മൾ ഓരോന്നും ഇങ്ങനെ ഒന്ന് പഠിക്കേണ്ടി വരേണ്ട കാരണം അതല്ല. അവരെ നിത്യമായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദുഷ്ടത്തരം അല്ലാതെ നമുക്ക് തോന്നുന്നു. അല്ലാതെ വേറെ പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ല. പട്ടിയൊക്കെ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ അവിടെ ഇട്ട് കടിയൊരിക്കും. അതിൽ കൂടുതൽ വേറെ എന്തോന്ന് ചെയ്യും? ഓരോ മൃഗങ്ങൾക്കും അവർക്ക് പരിമിതമായ ചില പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. മനുഷ്യന് ഇന്ന് നാളെ എന്ത് ചെയ്യുമെന്ന്, അതായത് എന്നെ പോലും എനിക്കറിയില്ല, എന്നെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ രസം.
മനസ്സിലായില്ലേ? അപ്പൊ ഈ നമ്മള് നേരത്തെ പറഞ്ഞ നമ്മൾ പല വികാരങ്ങളിൽ പോയ ഇതായാലും പ്രണയത്തിലായാലും അതായത് നമുക്ക് മുമ്പേ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളും ഇതേപോലെ വന്ന ആളിൻ്റെ അടുത്ത് നമ്മളുടെ മുന്നോട്ടുള്ള ലക്ഷ്യം, കാമുകന്റെ അടുത്തായാലും കാമുകിയുടെ അടുത്തായാലും മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി അവർ സംസാരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഭാവിയിൽ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാടാ, നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോകാന്ന് പറയുന്ന യുക്തിപൂർവപരമായിട്ടുള്ള പ്രണയങ്ങൾ വരാനുള്ള സമയമായി. അല്ല, ഇതിന്റെ പ്രശ്നം അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ അറ്റാച്ച്ഡ് ആവുമ്പോഴാണല്ലോ, അറ്റാച്ച്ഡ് ഡിറ്റാച്ച്ഡ് എന്നാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതെ, നമ്മൾ ഒന്നിലും അറ്റാച്ച്ഡ് ആവുമ്പോഴാണ് ആരാണെങ്കിലും, ഇപ്പൊ ഇവൻ മാതാപിതാക്കളാണെങ്കിലും ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടോ, ഇപ്പൊ പ്രണയിക്കുകയാണെങ്കിൽ അവരോടൊക്കെ നമ്മൾ ഈ അറ്റാച്ച്മെന്റിന്റെ ഒരു തലമല്ലേ ഈ പറയുന്നത്. ആണ് പ്രണയം. കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രണയം കുറ്റമല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയല്ലേ. കുറ്റമല്ല, ഒന്നും കുറ്റമായിട്ടില്ലേ. നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ശരികളെന്നുള്ള പാതയോടാണല്ലോ നമ്മൾ പോകുന്നത്. ഞാനിപ്പോ ഒരാളെ തല്ലിയാണെങ്കിലും ആ തല്ലുന്നതിന് ഞാനൊരു ശരി കണ്ടാലാണ് ഞാൻ തല്ലുന്നത്, ഞാൻ ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് അറ്റാച്ച്മെന്റ് എന്നൊരു ഓപ്ഷൻ ആണല്ലോ ഇതിൽ കൂടുതൽ വരുന്നത്. നമ്മൾ ഒരാളിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആവുമ്പോ ആ വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന ഏതൊരു പ്രവർത്തനം നമുക്കത് നെഗറ്റീവ് വന്നാൽ കൂടുതൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഉപബോധ മനസ്സും നമുക്ക് നെഗറ്റീവ് ചിന്തകൾക്ക് നമുക്ക് ആ ഉപബോധ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കാതെ നമ്മുടെ ബോധത്തിന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് സാറ് കുറച്ച് മുമ്പ് പറഞ്ഞ ആത്മഹത്യ എന്ന് പറയുന്ന പല കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന്, ഇപ്പൊ സാറും ഞാൻ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആണ്, സാറിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ അനുഭവിക്കുകയാണ്. ഈ മെന്റലി, ഫിസിക്കലി അല്ല മെന്റലി. അപ്പൊ അതെന്റെ മൈൻഡിനെയാണ് ബാധിക്കുന്നത്. പക്ഷെ അപ്പൊ അതെന്റെ ബോധ മനസ്സ് പറയെങ്കിൽ കൂടി ഞാനത് കൂട്ടാക്കുന്നില്ല. സാർ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് ചിന്തിക്കാതെ എന്റെ ബോധ മനസ്സുകൊണ്ടാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ. അത് അവിടെ വരുന്നത് അറ്റാച്ച്മെന്റിന്റെ ഇഷ്യൂ കൂടി ഇല്ലേ? അറ്റാച്ച്മെന്റ് നിർബന്ധമില്ലേ? അത് നമ്മൾ ഡിറ്റാച്ച് അറ്റാച്ച് ആകുന്ന ഓപ്ഷൻ നമ്മൾ മനുഷ്യന്മാര് കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റിലീസ് അല്ലേ? ഉറപ്പായിട്ടും അവിടെയാണ്. അതാണ് പറഞ്ഞത്, ചില നമ്മൾ കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം പറയുമ്പോൾ അത് തന്നെ, കോൺഷ്യസ് മൈൻഡ് അപകടകാരി മാത്രമല്ല രക്ഷകരമാണ്. ഇനി മറ്റൊരു കാര്യം, കോൺഷ്യസ് മൈൻഡിനെ, അതായത് എല്ലാവർക്കും കൂടി ഒറ്റ കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആ കോൺഷ്യസ് മൈൻഡിന് നമ്മളേതായ ഒരു സ്വഭാവവും അനുഭവവും എല്ലാം കൂടെ ഉണ്ട് അതിനകത്ത്. നമ്മൾ ഇങ്ങനെയൊക്കെ വയലന്റ് ആവണമെന്നുള്ള സാധനവും ആര് വഴിയെ കൊടുക്കാൻ പറ്റൂ, അതും കൂടെ മനസ്സിലാക്കണേ. കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് മെസ്സേജ് കൊടുത്ത് ആ കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കണമെങ്കിലും ബോധ മനസ്സിനെ പറ്റും. ഈ ബോധ മനസ്സുണ്ടല്ലോ, ബോധ മനസ്സിലൂടെ ഉപബോധ മനസ്സിലേക്ക് പാസ് ചെയ്താൽ പറ്റും. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ റാമാണ് കോൺഷ്യസ് മൈൻഡ് എങ്കിൽ അതിന്റെ മെമ്മറി കാർഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്, അതിന്റെ ഹാർഡ് ഡിസ്ക്. മനസ്സിലായില്ലേ? നമ്മളൊരു സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട് പോയാൽ എന്ത് ചെയ്യും, അപ്പോഴ് നമ്മൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം സേവ് ചെയ്തില്ലെങ്കിൽ അത് പോകും. ആ ചെയ്യുന്ന സമയം വരെ റാമിനകത്ത് നിൽക്കൂ. അതാണ് ചില കാര്യങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്യാനടുത്ത് നമ്മളെ ചോദിക്കും, ഇത് സേവ് ചെയ്യണമെന്ന് പറയും, യെസ് ഓർ നോ ചോദിക്കും. അപ്പൊ നമ്മൾ ആ സേവിൽ നിൽക്കലേ ഏലോട്ട് പോവുള്ളൂ, നമ്മുടെ ഹാർഡ് ഡിസ്കിലോട്ട് മാറും. അതേപോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഇപ്പൊ ഇവിടെ തീർന്നു, ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ കാര്യവും തീർന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ പഴയ അറിവുമായി എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ, അത് സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കും. തീർച്ചയായിട്ടും ഒരു ഡൗട്ട് കൂടി സാറേ. ഇപ്പൊ നമ്മൾ രാത്രി കാലത്ത് സ്വപ്നം കാണുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ സ്വപ്നം കാണും. പക്ഷെ നമുക്കത് ഓർമ്മയില്ല. ചിലപ്പോ നമ്മൾ എഡിറ്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ ചില ഭാഗങ്ങൾ മാത്രമാകണം. അത് നമ്മുടെ ഉപബോധ മനസ്സിലെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ അതെങ്ങനെ അത് മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ആവുന്നത്, രാവിലെ എനിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നതോ ഇപ്പൊ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, രാത്രി കേൾക്കുമ്പോൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മേ ബി എല്ലാല്ലെങ്കിലും ചിലതൊക്കെ നമ്മളത് മെമ്മറിയിൽ നിൽക്കും. അതെങ്ങനെ, അത് ഈ ബോധ മനസ്സിന്റെ പ്രവർത്തനമാണോ? ബോധ മനസ്സിനുള്ള കണക്ഷൻ കൊണ്ടാണോ അത് നമുക്ക് മെമ്മറിയിൽ ഫുൾ അല്ലെങ്കിൽ ഒരു അക്യുറേറ്റ് ആയിട്ട് അതിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്? പിറ്റേന്ന് നമ്മൾ ബോധത്താൽ ആ ഫീലിങ്സ്, ആ അനുഭവിച്ച ഫീലിങ്സ് ഓർമ്മിച്ചെടുക്കണേന്ന്. ഇനി സ്വപ്നം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം, ഏകദേശം ഒരു ധാരണ തരാം. സ്വപ്നം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള അതായത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഇന്നത്തെ ദിവസം
കണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിനത്രയും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് കോർത്തിണക്കണം ബ്രെയിന്. കോർത്തിണക്കി വെച്ചില്ലെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യും? ഓർഡർ തെറ്റിപ്പോവും. അതാണ് നേരം വെളുക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിട്ടായിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കണത്, ഇപ്പം മൊബൈല് നമ്മൾ റീല് കാണുന്നു, നമ്മൾ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് 3 സെക്കൻഡ് നമ്മൾ റീലിൽ പലതും പിടിച്ചിരിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ഥലത്തെ കൊലപാതകം കാണുന്നു, പ്രണയം കാണുന്നു, പാട്ട് കാണുന്നു, അതിന്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരു സെക്സ് രംഗം കാണുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമഡി കാണുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഫാസ്റ്റായി പോണ സമയത്ത് ഇതുമായിട്ടൊന്നും ബ്രെയിന് അതുമായിട്ടുള്ള ഘടകങ്ങളെ കൊണ്ടൊന്ന് കൂട്ടി ഇണക്കണം. ഇത് ഒരു സെക്കൻഡ് 2 സെക്കൻഡിനകത്ത് നമ്മൾ എന്താ നീക്കുന്നത്? ആ രംഗം കാണുമ്പോൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ല, നമുക്ക് ചേർന്നല്ല എന്ന് വെച്ചാൽ നമ്മൾ തള്ളിവിടുന്നേ. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന സാധനങ്ങൾ എല്ലാത്തിനും എടുത്തുകൊണ്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ റീൽസുകളും കാര്യങ്ങളൊന്നും കാണരുത്. അല്ല പുസ്തകങ്ങളോ വായിക്കണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം കാണണം. മനസ്സിലായില്ലേ? അല്ല തീർച്ചയായിട്ടും സാർ പറഞ്ഞത് കേട്ടോ. നമ്മൾ എന്താണ് കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ മൈൻഡിൽ കൊണ്ടുപോകണം, അതായിരിക്കും നമുക്ക് രാത്രി, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സ്വപ്നങ്ങൾ കിട്ടുക. അല്ല അത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്വപ്നങ്ങൾ കാണുന്നതില്ല. അതായത് ഇപ്പൊ ഞാൻ ഒരു സയന്റിഫിക്കലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നിങ്ങളുടെ ടേബിളിന്റെ മേലിൽ നിന്ന് നിങ്ങളുടെ ചോറ് പാത്രം തറയിൽ വീണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് വർഷങ്ങളായി. ഇപ്പൊ നിങ്ങൾക്ക് 10-35 വർഷം അല്ലെങ്കിൽ 40-30-35 വയസ്സായി. അപ്പൊ നിങ്ങൾ ഇന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പൂച്ച നിങ്ങളുടെ ചോറ് പാത്രം അല്ലെങ്കിൽ ഒരു പാത്രം വെറും ഒരു പാത്രം തട്ടി താഴെ ഇട്ടെന്ന് വിചാരിക്കുക. വെറും ഒരു പാത്രം. ഓക്കെ, പക്ഷെ ആ പാത്രം വന്ന് വീണപ്പോൾ ഉണ്ടായ ആ ശബ്ദം, ആ സിംറ്റംസ്, അന്ന് ചോറ് പാത്രം വീണപ്പോഴത്തേക്ക് ഉണ്ടായ ആ ശബ്ദവുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഏതോ ഒരു സ്കൂളിന്റെ ടേബിളിൽ ഒരു പൂച്ച ഇരുന്ന് ചോറ് തട്ടി കളയുന്നതോ ചോറെടുത്ത് തിന്നുന്നതായിട്ടാണ്. ഇപ്പൊ ഈ വിഷയം ആ വിഷയോടെ കണക്ട് ചെയ്യും. മനസ്സിലായ? അങ്ങനെ വരുമ്പോ നമുക്ക് സ്വപ്നങ്ങളുടെ അപഗ്രഥനം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നല്ല ബുക്കാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. ഒരുപാട് പേര് അങ്ങനെ ഒരുവിധം തെറ്റില്ലാതെ മനഃശാസ്ത്രപരമായ ശാഖകൾ, പിന്നീട് അദ്ദേഹത്തിന് ക്യാരക്ടറുമായി ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിലും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അല്ല അപഗ്രഥനം എന്ന് പറയുന്ന അത് അങ്ങനെ ഒരു 4 സ്വപ്നം ഉണ്ട്. നല്ല ബുക്ക്. ഒരു കുറേ ലോജിക് ഉണ്ട്. അതായത് ആ ഒരു ലോജിക്ക് കിട്ടിയാൽ നമ്മളൊരു സ്വപ്നം കണ്ടതിന് ശേഷം ഇങ്ങനെ ഇരുന്നാൽ ഒരു സ്വപ്നത്തിൽ നിന്ന് ഒരുപാട് കഥ മാറ്റി വയ്ക്കാം. ഒരുപാട് കഥകളുടെ, അതായത് നമ്മളെ ബ്രെയിനിൽ പറക്കി അടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഈ അടുക്കിയിട്ട് ഇതൊന്നും അടുക്കിയിട്ട് ചേരാത്ത കുറെ സംഭവങ്ങൾ കിടക്കുള്ളൂ. ഇതെല്ലാം കൂടെ ഒത്ത ഒരു ആശയമാക്കി അങ്ങ് കളയുന്നതാണ്. അല്ലെങ്കിൽ വട്ടുപിടിക്കും, തലച്ചോറിന് ഇതാവും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വേസ്റ്റ് വന്നതെല്ലാം കൂടെ എന്ത് ചെയ്യും? എല്ലാം കൂടെ വെച്ചൊരു കളിപ്പാട്ടം അങ്ങ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അങ്ങ് ഉണ്ടാക്കും. അതിന്റെ കൈ വേറെ ആയിരിക്കും, കാല് വേറെ ആയിരിക്കും, സംഭവം ഇങ്ങനെ വെക്കും. ഇങ്ങനെയാണ് സ്വപ്നം കാണുന്ന ഒരു കാര്യം. പിന്നെ വേറെ കുറെ കാര്യമുണ്ട്. ചില മരണ വീടുകൾ കാണുമ്പോൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. ചില മരണ വീടുകളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ നമ്മൾ തന്നെ വിട്ടതിരുന്ന് വിഷമിക്കും. പക്ഷെ ഒരു മരുപ്പ് വീട് കണ്ടിട്ട് ഞാൻ എന്തിനായിരുന്നു ചിരിച്ചത്? സംഭവിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ അതിൻ്റെതായ കുറെ സൈക്കോളജിക്കൽ വശമുണ്ട്. അപ്പൊ അത് മൊത്തം നമുക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾ, അതുമല്ല തീർച്ചയായിട്ടും നമ്മളെ ഡിസ്കഷൻ ഗ്രൂപ്പ് ആരും ഒഴിച്ചിടരുത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നിഷേധാത്മകമായിരിക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ. വിമർശനമാവാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അബദ്ധത്തിലൊക്കെ അല്ലെങ്കിൽ ഒരു ബോധപൂർവമുള്ള വിമർശനം കുഴപ്പമില്ല. നിഷേധാത്മകമാകരുത് പരസ്പരം. നീ പറഞ്ഞതല്ല ശരി, ഞാൻ പറഞ്ഞതല്ല ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിഷേധാത്മകപരമാകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓരോ സംശയങ്ങളും ഇതേപോലെ ഇപ്പൊ ചോദിച്ച രാമകൃഷ്ണൻ അല്ലേ ഇപ്പൊ ചോദിച്ച സാറേ, ഇത് തീർച്ചയായിട്ടും അല്ല മാഷേന്ന് വിളിക്കാം. കേട്ടോ. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് ഇനി നാളെ മുതൽ ഇടുന്ന നോട്ടുകളുണ്ട്. ആ നോട്ടുകളൊക്കെ വായിച്ചിട്ട് അതിൽ എത്രമാത്രം സംശയങ്ങളോ അഭിപ്രായങ്ങളോ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമ്മൾ ഈ കോഴ്സ് വരുമ്പോൾ ഡെവലപ്പ് ആകും, ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.
വേറെ ആർക്ക് എന്തെങ്കിലും? പ്രത്യേകിച്ച് ഒന്നുമില്ല മാഷെ. ആ ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം സാറേ, ചെയ്യാം. ഇത്രയും നേരം സംസാരിച്ചല്ലോ സാർ. അല്ല അത് കുഴപ്പമില്ല, അതുകൊണ്ടൊന്നുമില്ല, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. ഇല്ല, അത് സാറ് സംസാരിച്ചോണ്ടിരിക്കും, നമ്മൾ വിളിക്കുന്നവരെ കേട്ടോണ്ടിരിക്കും. ശരി. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ക്ലാസ് ഉഷാറായി വരുന്നുണ്ട് സാറേ കേട്ടോ. ക്ലാസ് ഒക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ക്ലാസ് ഇനി ഉഷാറാക്കണം സാറേ. താങ്ക് യു. സാറേ നമുക്ക് അടിച്ചു പൊളിക്കാം സാറേ എല്ലാവരും കൂടെ. ഓക്കെ പലർക്കും പല അറിവുകളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും അറിവില്ലാത്തവർക്കും അറിവ് നേടാം. അതെ അങ്ങനെ വരാം നമ്മൾ പരസ്പരം. അതല്ല സാറേ, നമുക്ക് എല്ലാവർക്കും വലിയ അറിവില്ലല്ലോ. അപ്പൊ ഒരാളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. ഉറപ്പായിട്ടും. അല്ല അങ്ങനെയാണ് വേണം. അതിന് ഡിസ്കസ് ഗ്രൂപ്പ് ഒരു കാരണവശാലും ഒഴിച്ചിടരുത്. അഭിപ്രായം പറയണം. അതിനകത്തൊരു ബഹളമായിരിക്കണം. ഞാനൊന്ന് ലേറ്റ് ആയിപ്പോയി സാറേ, ഞാൻ അരമണിക്കൂറോളം ലേറ്റ് ആയിപ്പോയി. അല്ല ഞാൻ കണ്ട് ശ്രദ്ധിച്ചു. ശരി, ഓക്കെ ഗുഡ് നൈറ്റ്. ഞായറാഴ്ച സാറേ, ഞായറാഴ്ച 9 മണിക്കോ? 9 മണിക്ക് ഈ വരുന്ന ഞായറാഴ്ച, മറ്റന്നാള്. ഞാൻ ടൈം ടേബിൾ ഇപ്പൊ ഇടാം, ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു എനിക്ക്. ശരി സാറേ. എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ പറഞ്ഞ സാറേ. തീർച്ചയായും. സാറേ നമ്മുടെ പഴയ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ സാറേ, സമയം പോലെ. അത് ചെയ്യാം. ഓക്കെ സാറേ, ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ സീ യു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യട്ടോ. ഉന്മേഷ് സാർ വല്ലതും ഉണ്ടോ പറയാൻ? എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, നമ്മൾ ഗ്രൂപ്പിൽ പറയാല്ലേ? ഒന്നുമില്ല, എല്ലാം അടിപൊളിയാ സാർ. ശരി. അടിപൊളി. ഓക്കെ താങ്ക് യു. ഓക്കെ, രാമകൃഷ്ണ സാറേ, അപ്പൊ ഓക്കെ നമുക്ക് നിർത്തട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, സി യു.